കാർ പാർക്കിംഗ് പഠിച്ചിട്ടുള്ള പുതിയ വീഡിയോ ഉണ്ടാകും. അപ്പൊ ഞാൻ ചെറിയൊരു ഡ്രൈവിന് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ ഇതാണ് എന്റെ വീട്. ഇതാണ് എന്റെ വീട്. പിന്നെ ഇതാണ് എന്റെ പുതിയ വണ്ടി. ഞാൻ ഒരു പുതിയ ഇവിടെ ലോകമല്ലാതെ ഈ സിറ്റിയിൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടിയായിട്ട് ഞാൻ വാങ്ങി വെറുതെ വാങ്ങി വെച്ചിട്ടുണ്ട്. 50,000 എത്ര ആയിട്ടുള്ളൂ ഈ വണ്ടിക്ക്. പിന്നെ നമ്മൾ ലോങ് ഡ്രൈവിലൊക്കെ പോകുമ്പോൾ നമ്മൾ എടുക്കണം BMW ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ ഞാനൊരു ചെറിയ ഡ്രൈവിൽ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇതായത്. ഞാനിപ്പോ പുതിയ കിട്ടിയുടെ ബാക്കിൽ വാങ്ങിയ പറയാ ഹൗസ് ആട്ടത്. നല്ല ഫർണിച്ചർ വലിയ ഹൗസാണ്. ഹോപ്പ് കാണിച്ചതാട്ടോ. അപ്പൊ നോക്കിയിട്ടിപ്പോ നേരെ വണ്ടിനകത്ത് കയറിയിട്ട് കാണാട്ടോ. വണ്ടിനകത്ത് കയറിയിട്ട് നമുക്ക് കാണാം. വണ്ടി അടിപൊളി വണ്ടിയാണ്. ഒരു വിന്റേജ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ വണ്ടി സൂപ്പറാണ് വണ്ടി. നമുക്ക് വണ്ടിനകത്ത് കയറിയിട്ട് കാണാം. അപ്പൊ നമ്മളിപ്പോ വണ്ടിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അതാണ് എന്റെ വണ്ടി. പുതിയൊരു വണ്ടിയാണ് ഞാൻ എടുത്തിട്ടില്ലേ. ഇത് അടിപൊളി വണ്ടിയാണ്. ഇനി വണ്ടിയൊക്കെ റിവേഴ്സ് എടുത്ത് ഇറക്കണം. അതിന്റെ മുമ്പ് ഒരു കാര്യം ചെയ്യണം. ആ കാര്യം ചെയ്തിട്ട് ഇനി കാണാം കേട്ടോ. എന്താ വെച്ചാൽ ഈ ഹൈഡിയു ആക്കണം ഈ വണ്ടി. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോസ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. എന്താ പറയാ, ഈ വീഡിയോസ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്റെ അകംഭാഗം ക്ലിയറായി കാണൂല. ഇതിന് വൈറ്റ് കളർ ഇതൊക്കെ ആയതുകൊണ്ടാ. അപ്പൊ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഞാനത് ഇതാക്കിയിട്ട് എടുക്കണ്ട. നമുക്ക് പുറത്തേക്കണ്ട. അവയെ ഗെയിം വണ്ടി പുറത്തിറക്കിട്ട് കാണാട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളപ്പോ ഗെയിമിന്റെ സൗണ്ട് ചെറിയ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊന്ന് വോയിസ് ഗെയിമിന്റെ വണ്ടി കറക്റ്റ് ആയിട്ട് ഇട്ടുണ്ട് കേട്ടോ. വളച്ചെടുക്കാം. കുറച്ചൊന്നും ആയിരിക്കുന്നു. വണ്ടി പറഞ്ഞെടുക്കാം. ആ വിറക് കറക്റ്റല്ലേ? പോട്ടെ പോലെ പോലെ. ഓക്കെ 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 ഓക്കെ. വണ്ടി എടുത്തിട്ടാ. അപ്പൊ വണ്ടി ആ ഫ്രണ്ടിൽ നിൽക്കട്ടെ. ഇവിടെ ഞാനൊരു ഞാൻ വെറുതെ വരുമ്പോ താമസിക്കാനായിട്ട് വാങ്ങിയതാട്ടെ ഈ വീട്. എനിക്ക് ഇവിടെ ഒരു വലിയൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചു തരാം. ആ വീട് ഒരു ബംഗ്ലാവ് അടുത്തൊരു വീടാണ്. കാണിച്ചു തരാം. ഇതിൽ കൂടെ പോയിട്ടാണ്. ഫ്രണ്ടില് ഏതോരുത്തന്റെ റേഞ്ച് റോവറും ഉണ്ട്. നമ്മള് എന്താ പറയാ, പുതിയതായിട്ട് വണ്ടി എടുക്കണം. അതിന്റെ ഡെലിവറി വീഡിയോ ഉണ്ടാവും ട്ടോ. ചിലപ്പോ അതൊരു അടുത്ത വീക്കില് ആ കാർ ഡെലിവറി ഉണ്ടാവുക. അടുത്ത വീക്ക് ഒരു 26 ഒരു ഏകദേശം 27-ാം തീയതി ഉണ്ടാവും ട്ടോ. ശനിയാഴ്ച ഉണ്ടാവും കാർ ഡെലിവറി. അപ്പൊ എല്ലാരും ലേക്ക് ഷെയർ സംഭവം കാണട്ടെ. ഞാനൊരു ഗ്രീൻ കളർ കാറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞ് 27-ാം തീയതി കാർ ഡെലിവറി എടുക്കും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു 27-ാം തീയതി അല്ലെങ്കിൽ 28 എവിടെ നോക്കിട്ടാണ് വരുന്നത്. ഒരു ഹോർഡിങ് അടിച്ചോണ്ടാന്നിരിക്ക്. ഇറങ്ങിപ്പോയി ചോദിക്കാൻ പറ്റേ പോയി. അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി ചോദിച്ചത് അടുത്ത പിക്കപ്പ് വരെ. എന്തോന്നാ ഈ വാനുകളൊക്കെ പോക്ക്. നമുക്ക് ഈ കൂടി കയറിട്ടൊരു ഇത് വരുമല്ലോ, അതിൽ കൂടെ നമുക്ക് പോകണ്ട കേട്ടോ. വണ്ടി ചെറിയ ഇടി പറ്റിയിട്ടുണ്ട്. ഡാമേജ് ചെറുതായിട്ടുണ്ട്. അത് സർവ്വസാധാരണ ആവും. കുഴപ്പമൊന്നുമില്ല. അത് റിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് റിപ്പയർ കുറച്ച് ദൂരമുണ്ട്. അപ്പൊ അത് കുറച്ച് പണിയാവും. അയ്യോ, വഴി കിട്ടില്ല. ഞാൻ ഇതിന്റെ മറ്റേ എൻട്രൻസ് ആണ്. നമ്മൾ നേരത്തെ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, അതിന്റെ രണ്ടാമത്തെ എൻട്രൻസ് ആണ് ഇത്. ഞാനത് മറന്ന് കയറ്റുക.
അറിയാതെ കയറ്റിയത്. പറഞ്ഞുപോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ആ വെള്ള റേഞ്ച് റോവർ ഇപ്പൊ അങ്ങോട്ട് പോയാൽ തിരിച്ചു പോകാനും ചിലപ്പോ മഴ ഇതിൽ തെറ്റിണ്ടാവും. വണ്ടി പോകണമല്ലോ. വണ്ടി അവിടെ കുടുങ്ങി തോന്നിയിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാക്കാരം. അപ്പൊ ഗൈസ് നമ്മളപ്പോ വീട്ടിന്റെ അവിടെ കാറൊക്കെ റിപ്പയർ ചെയ്ത് വീട്ടിന്റെ അവിടെ എത്തിയിട്ട് ഇനി കാണാട്ടാ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് എത്താറായിട്ടുണ്ട്. വണ്ടി ഫുൾ ചളിയായിട്ട് റോഡുകള് ഇല്ലാത്ത തൊടിച്ച് പോയിട്ടായിരുന്നു. ചളിയായി വണ്ടി നമ്മളെ വീടിന്റെ വീട്ടുപേര് കാണിച്ചതല്ലേ. ഇതിന്റെ മാക്സിനാണ് ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ടോ. അത് ഞാൻ വാങ്ങി അധികം ഇല്ല. അപ്പൊ ആൾക്കാരൊക്കെ വന്നിട്ട് ഇത് വലിയ അവിടെ വലിയണോ ഇല്ല അല്ല. ഹോസ്റ്റലിന്റെ ബോർഡ് മാറ്റണം. വണ്ടികളൊക്കെ ഇവിടെ നിർത്തണം. സ്റ്റേർകേസിനോട് ഞാൻ നിർത്തിക്കാം. ഡോറ് ബ്ലോക്കാണ്. ചെറിയൊരു ഗരായിട്ടാണ് ഇവിടെ ടയർ റിപ്പയറിങ്ങൊക്കെ ഉള്ളത്. ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ ഇപ്പൊ നാളെ കാണാം. അപ്പൊ എല്ലാവരും ലൈക്ക് ഷെയർ സംഭവം എല്ലാവരും മറക്കാതെ ചെയ്യണം. എല്ലാവരും ഗുഡ് ബൈ.